ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ്. അപ്പം ആ ക്ഷേത്രം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിൽ തന്നെയാണ്. മരത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഉള്ളത്. ഇവിടുന്ന് ഒരു കുന്ന് കയറി വേണം പോകാനായിട്ട്, ഒരുപാട് മുകളിലേക്ക് പോകണം. അപ്പം കയറി പോകാനായിട്ട് നല്ല കഷ്ടപ്പാടാണ്. അപ്പോൾ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് അതിൻ്റെ മുകളിലൊന്ന് കയറി പോകണം എന്നുള്ളത്. അപ്പം ഞങ്ങൾ പോകുന്നില്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് പോകുന്നോണ്ട് ചേട്ടായി പറഞ്ഞു, ചേട്ടായും അവരുടെ കൂട്ടുകാരനും കൂടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം, എന്നിട്ട് നമുക്ക് പിന്നെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ പോകാനുള്ള പുറപ്പാടില്ല കേട്ടോ. അപ്പോൾ ഈ റോട്ടിൽ കൂടെ വേണം നമുക്ക് മുകളിൽ. ഇപ്പോൾ ആ മുകളിലൊരു കുന്നുണ്ട്, ആ കുന്നിൻ്റെ മുകളിലെത്തണം കേട്ടോ. അവിടെയാണ് ഈ ക്ഷേത്രം ഉള്ളത്. ആനയുള്ള ഏരിയ ആണ്, ചിലപ്പോൾ ആനേനൊക്കെ കാണാൻ കഴിയും പാതയിൽ. ഏതായാലും നമുക്ക് തുടങ്ങാം, പോവല്ലേ? നമ്മൾ അമ്പലത്തിലേക്കുള്ള യാത്രയിലായിട്ടോ. അപ്പോൾ പകുതി ഭാഗം എത്തിയപ്പോൾ ഇങ്ങനൊരു സ്ഥലം കണ്ടു. അപ്പം അവിടെ വരെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ബൈക്കൊക്കെ ഞങ്ങൾ പുറകെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് അകലേന്ന് നോക്കിയപ്പോൾ കണ്ട ഒരു റിസോർട്ടാണത്. അത് ഓപ്പണൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് കണ്ടോ, ഈ മല കണ്ടോ, ആകാശത്തിനോട് ഏകദേശം മുട്ടിയ പോലെ നിൽക്കുന്ന മല. എന്താണല്ലേ ഭംഗി ഇവിടെ കാണാൻ. ഇതിനോടനുബന്ധിച്ച് ഇതിൻ്റെ അങ്ങേ സൈഡിലാട്ടോ നമ്മുടെ റിസോർട്ടും വരുന്നത്. എന്തായാലും ഇവരുടെ റിസോർട്ട് നിൽക്കുന്ന ഒരു അടിപൊളി സ്ഥലം തന്നെയാണ്. വന്നാൽ നമുക്ക് പോകാൻ തോന്നില്ല, കാണേണ്ട കാഴ്ച തന്നെയാണ്. എന്തായാലും നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തുക കേട്ടോ. നമ്മൾ അവരുടെ റിസോർട്ടിലേക്ക് അനുവാദം ഇല്ലാത്തതുകൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അവിടെ ആരും ഇല്ല താനും. അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ മാത്രമാണ് പകർത്തുന്നത്. കണ്ടില്ലേ എന്താ രസം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മല ആകാശത്തോട് മുട്ടി നിൽക്കുന്ന മല, താഴെ കാണാൻ നല്ല ഭംഗി. എന്തായാലും നല്ലൊരു അടിപൊളി സ്ഥലമാണ്. ഇതുണ്ടോ, ഈ റോഡാട്ടോ അമ്പലത്തിലേക്ക് പോകുന്ന റോഡ്. അപ്പം ഇതിൽ നടന്നു വേണം പോകാൻ. ഞങ്ങൾ ബൈക്ക് താഴെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് താഴെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ജീപ്പ് പോകുന്ന 4 വീലർ ഡ്രൈവിങ് കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ ഓപ്പോസിറ്റ് കാണുന്ന മലയോട്ടോ അത്. ഇതുണ്ടോ, ഇവിടെയാണ് ഞങ്ങൾ ഈ ജംഗ്ഷനിലാണ് ബൈക്ക് വെച്ചിരിക്കുന്നത്. ഇവിടുന്ന് സാധാരണ എല്ലാവരും ഈ അമ്പലത്തിലേക്ക് പോകുന്ന ജീപ്പ് കൊണ്ടൊക്കെ, ജീപ്പ് ഡെയിലി ഓടുന്ന വഴി കേട്ടോ അത്. എന്തെന്നാലും നല്ല ഭംഗി തന്നെയാണ് പുറകോട്ട് നോക്കിയാൽ കാണുന്ന കാഴ്ചകളെല്ലാം. എന്നാൽ ഇവിടുന്ന് മാറാൻ എനിക്ക് തോന്നുന്നില്ല. എൻ്റെ സുഹൃത്ത് അങ്ങ് എത്തിയിട്ടുണ്ട്, എന്നാൽ ഞാൻ പോകാനുള്ള ഒരു ലക്ഷ്യത്തിലാണ്. ഇങ്ങോട്ട് എത്തുമ്പോൾ തന്നെ കേട്ടോ വലിയ മരക്കൂട്ടത്തിൽ കൂടെ. ഇവിടെ പ്രത്യേക അനുഭവം കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പറയാണ്ടിരിക്കാൻ വയ്യ. കണ്ടോ, എന്തായാലും മടുത്തു തുടങ്ങിയേക്കുന്നു ഇത്ര കയറിയപ്പോൾ തന്നെ. ബാക്കി എത്തുമ്പോൾ എന്താവും എന്നറിയില്ല. ബൈക്ക് എടുക്കാമെന്ന് അവൻ പറഞ്ഞായിരുന്നു, ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ടോ കേട്ടോ. ചപ്പൊക്കെ അല്ലേ, തെന്നി വീണാലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. ആനയൊക്കെയുള്ള ഏരിയ ആണിത്. ഇനി നടക്കുവാണ്, നടത്തം തുടങ്ങുവാണ്. ഒന്നും ആയിട്ടില്ല. ഇവിടുത്തെ അമ്പലത്തിലേക്ക് എത്താനാണ്, അമ്പലത്തിലേക്കുള്ള യാത്രയാട്ടോ നമ്മൾ. ഏകദേശം മടുത്തു കേട്ടോ. നല്ല കയറ്റം, കാലത്ത് പുറകോട്ട് നോക്കി കാണാമല്ലോ. നമുക്ക് ജീപ്പ് എടുത്ത് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ സ്വന്തം ഉള്ളതുകൊണ്ട് വെറുതെ രസത്തിന് ബൈക്കും കൊണ്ട് പോകാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട്. എൻ്റെ സുഹൃത്ത് പോകുന്നുണ്ട് ഇതിന് മുമ്പ്, ഇവിടെ പോയിട്ടുമുണ്ട്. ഇനി ഒരു ദിവസം നമുക്ക് ജീപ്പ് കൊണ്ട് വരാം. അമ്മേ, മുമ്പോട്ട് നോക്കി പിന്നെ കേട്ടോ അല്ലേ, ഞാൻ പറയാണ്ടോ? ഒന്ന് പറയടാ പോയി. കൊറിയേഴ്സൊക്കെ കൊണ്ടിട്ടുണ്ട്, റോഡൊക്കെ സെറ്റായില്ലേ. പക്ഷെ വെള്ളം റോട്ടിക്കൂടെ തന്നെ കുത്തി വെച്ചിരുന്നത്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എൻ്റെ അമ്മോ, അയ്യോ, ഇവിടെ മരമൊക്കെ വീണ്ടുണ്ടായിരുന്നു, വീട്ടിൽ മാറ്റിയില്ലേ. ഇവിടെ സ്ഥിരം റോഡ് പണിയൊക്കെ പക്കായിട്ട് നടക്കുന്നുണ്ട്. ആഹാ, ഇപ്പം നല്ല മരം പൊങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അടിയുണ്ടോ, ഇതാ അവസ്ഥ. എന്തായാലും നമ്മൾ കയറ്റങ്ങളൊക്കെ കയറി ഏകദേശം ഒരു നിരപ്പെന്ന് പറയാനുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ഇനി വലിയ കയറ്റം ഇല്ലയെന്ന് തോന്നുന്നു. ഏതായാലും ലേശം കല്ലുകളൊക്കെ ഉള്ളൂ, നിരന്ന വഴിയാണ് കാണുന്നത്. പിന്നെ ഇവിടെ കണ്ടോ പോസ്റ്റും അതും ഇതൊക്കെ കൊണ്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ എങ്ങനെ ഈ പോസ്റ്റ് എത്തിച്ചാവും? ഈ കാണുന്നൊക്കെ പോസ്റ്റ് കണ്ടില്ലേ, വലിയ പോസ്റ്റ് കോൺക്രീറ്റിന് കൊണ്ടിട്ടേക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് കാണുന്നു എന്താ ഭംഗി. നിലത്തെ ചപ്പൊക്കെ വീണ് കിടക്കുന്നത്. ഇവിടെ 2ആയിട്ട് തിരിയാ കേട്ടോ. അതേപോലെ ഒരു കാര്യം പറയണ്ടേ, ഇവിടെ കൊണ്ട് ഫോറസ്റ്റ് തീർന്നു, ഇനി സ്വകാര്യ വ്യക്തികളുടെ പറമ്പാണ് കേട്ടോ. അതായത് നടുക്ക് കുറച്ചിട ഫോറസ്റ്റും അപ്പുറം ഇപ്പുറം സ്വകാര്യ വ്യക്തികളുടെ പറമ്പ് പോയി കാണുന്നു കണ്ടോ. ഈ താഴോട്ടൊക്കെ ഓരോ സ്ഥലത്ത് വീട്ടിലേക്കൊക്കെ പോകുന്ന വഴിയാണ്. ഇവിടെ നിന്ന് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഏരിയയിലേക്ക് എത്താം. ഇതിങ്ങനെ അമ്പലത്തിലേക്ക് പോകുന്നു, അതിൻ്റെ മുകളിലാണ് അമ്പലം എന്ന് പറയുന്നത്. നമ്മുടെ യാത്ര അങ്ങോട്ടാട്ടോ. വീണ്ടും നമുക്ക് ഇനിയും നടക്കാനുണ്ട്. ഈ കാണുന്ന വഴിയെ കൂടെ എങ്ങെത്തണം.
ഇതൊക്കെ ജീപ്പ് റോഡാണ്. എന്തായാലും ഭംഗിയുള്ള സ്ഥലമാണ്. ഇത് പറമ്പിക്കോടുള്ള റോഡാണ്. ഈ കാണുന്നത് കണ്ടോ, അമ്പലം എത്തി എന്നാണ് പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് കണ്ടോ, നല്ല വെളിച്ചമുള്ള അടിപൊളി സ്ഥലമാണ്. എന്തായാലും നമുക്ക് ആ കാഴ്ച കാണാം. ഒരുപാട് കഷ്ടപ്പാടിന് ശേഷം നമ്മൾ ദേവീക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് കണ്ടു കേട്ടോ. എന്തായാലും വളരെ മനോഹരമായ സ്ഥലമാണ് കേട്ടോ. ഇവിടെ കേട്ടോ ഉത്സവമൊക്കെ നടക്കുമ്പോൾ ജനങ്ങൾ കുത്തിയിരിക്കുന്ന കണ്ടോ, അന്ന് പന്തലിട്ട കാലുകളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും അടിപൊളി സ്ഥലം തന്നെ, കണ്ട കാഴ്ച. അവിടെ ഒരു കിണർ കാണുന്നുണ്ട് കേട്ടോ, പുതിയതായിട്ട് നിർമ്മിച്ചതെന്ന് തോന്നുന്നു കിണർ. അപ്പോൾ ഇവിടെ വെള്ളം കിട്ടുക എന്ന് പറഞ്ഞ ഒരു അത്ഭുതം തന്നെയല്ലേ. അതൊക്കെ എന്തായാലും കണ്ടിട്ട് തന്നെയുള്ളൂ. എന്നിട്ട് പോകാം അമ്പലത്തിലേക്കെന്ന് തീരുമാനിച്ചു. അമ്പലം അകലെ കാണുന്നെങ്കിലും ഈ കിണറിൻ്റെ അടുത്ത് എത്തിയിട്ട് പോകാം. കാരണം ഇവിടെ എന്തോരം വെള്ളമുണ്ട് ഇല്ലയെന്നൊക്കെ അറിയണ്ടേ. ഇത്രയും ആയിട്ടുള്ള മലയല്ലേ, നോക്കിയ വെള്ളം കാണണമെങ്കിൽ എന്തായാലും വെട്ടുകല്ലൊക്കെ താഴേന്ന് കൊണ്ടുവന്ന് കെട്ടി തന്നെ കേട്ടോ. വല്ലാത്തൊരു അത്ഭുതം തന്നെ, ഇത്രയും വലിയ മലയുടെ മണ്ടയിൽ ഇങ്ങനെ വെള്ളം അല്ലേ, കാണേണ്ട കാഴ്ച തന്നെയാണ്. ഏതായാലും അമ്പലത്തിൽ നിന്ന് മുറ്റത്ത് നിന്ന് കണ്ടോ, ഓപ്പോസിറ്റ് നല്ല അടിപൊളി കുന്ന ഓപ്പോസിറ്റ് കാണുന്നത്, നല്ല ഭംഗിയുള്ള സ്ഥലം. എന്ത് പറയാം, ഒന്നും പറയാനില്ല. ഈ ക്ഷേത്രത്തിൽ സാധാരണ ഉത്സവം നടക്കുന്നത് ഏപ്രിൽ അവസാനത്തോടു കൂടിയാട്ടോ. അവിടെ വർഷങ്ങളായിട്ട് ഉത്സവം നടക്കുന്നതാണ്. ഒരുപാട് ആളുകളൊക്കെ വന്ന് ഇവിടെ വന്ന് പങ്കെടുത്ത് പോകാറൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കതിൽ ഇതുവരെ വരാൻ സാധിച്ചിട്ടില്ല. ഇനി അടുത്ത കൊല്ലം വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.